ഹായ്, സഹദേവ് മാഷാണേ. ജിയോമെട്രിക്കൽ പാറ്റേൺസിന്റെ പുതിയൊരു എപ്പിസോഡിൽ എല്ലാവർക്കും സ്വാഗതം. ഇത്തവണ ധാരാളം പേർ സംശയം ചോദിച്ച ഒരു ചിത്രമാണ് വരച്ചു കാണിക്കുന്നത്. അത് ചാർട്ട് പേപ്പറിൽ വലുതായി വരയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഒരു ദിവസം മുഴുവൻ ഷൂട്ട് ചെയ്യേണ്ടതായി വരും. അപ്പോൾ അത്ര കൂടുതലായി ഷൂട്ട് ചെയ്യാനും അത് എഡിറ്റ് ചെയ്യാനും അത് അപ്ലോഡ് ചെയ്യാനും പ്രയാസമുണ്ട്. കാരണം ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഷൂട്ട് ചെയ്യുന്നത് എൻ്റെ മൊബൈൽ ഫോണിൽ തന്നെയാണ്. വലിയ ക്യാമറയും സെറ്റപ്പ് ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും അടുത്ത് കാണാൻ വേണ്ടിയാണ് A4 പേപ്പറിലും A3 പേപ്പറിലും വരയ്ക്കുന്നത്. ഇത്തവണ അതിൻ്റെ പ്രധാന ഭാഗങ്ങൾ A3 പേപ്പറിൽ വളരെ അടുത്ത് വരച്ചതായിട്ട് നിങ്ങളെ കാണിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ക്ലോസ് ആയിട്ട് വരയ്ക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുന്നുള്ളൂ എന്നുള്ളത് കൊണ്ട് വളരെ അടുത്ത് കാണിച്ചിട്ട് തന്നെയാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഇത് വ്യത്യസ്ത തരത്തിൽ നിങ്ങൾക്ക് പല ചിത്രങ്ങളാക്കി മാറ്റി വരയ്ക്കാം. ഞാൻ ചെയ്ത് കാണിക്കുന്ന ചിത്രം അതേപടി വരക്കൽ മാത്രമല്ല, ചെറിയൊരു മാറ്റം വരുത്തുമ്പോൾ അതൊരു പുതിയ ചിത്രമായി തീരും. അപ്പോൾ അത്തരത്തിലുള്ള അന്വേഷണവും കൂടെ നടത്തണം. ഞാൻ ഇവിടെ കാണിക്കുന്ന പല ചിത്രങ്ങളും അത്തരത്തിൽ കൂടുതൽ അന്വേഷണം നടത്തി കുട്ടികൾ തന്നെ വരച്ച ചിത്രങ്ങളാണ്. പ്രത്യേകിച്ചും ആ കോവിഡ് കാലത്ത് ഒരുപാട് അന്വേഷണങ്ങൾ മക്കൾ ഇതിൻ്റെ അകത്ത് നടത്തിയിട്ടുണ്ട്. അപ്പോൾ അവര് വരച്ച ചിത്രങ്ങളാണ് ഞാൻ കാണിക്കുന്നത്. എങ്ങനെയാണ് ഇത് നിർമ്മിച്ചെടുക്കുന്നത്, ഇതിന്റെ ഗണിതാശയങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ സംശയങ്ങളെല്ലാം തീർക്കുന്ന രൂപത്തിൽ തന്നെയാണ് ഞാനിത് വരച്ചിരിക്കുന്നത്. മിക്ക കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും അതുപോലെ ടീച്ചേഴ്സിന്റെയും സംശയമാണ് എങ്ങനെയാണ് ചെറിയ കോമ്പസ് കൊണ്ട് 16 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള സർക്കിൾ വരയ്ക്കുക. അപ്പോൾ അത് എല്ലാവർക്കും ഉള്ള സംശയമാണ്. പക്ഷെ ഞാൻ വരയ്ക്കുന്നുണ്ട്, ഞാൻ വരച്ച് കാണിക്കുന്നുണ്ട്. എൻ്റെ കയ്യിലുള്ളതും നിങ്ങളുടെ കയ്യിലുള്ളതും പോലെയുള്ള ചെറിയ കോമ്പസാണ്. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾക്ക് തുടർച്ചയായി വരക്കണ്ടല്ലോ, ഒരു സർക്കിളിന്റെ ആവശ്യം ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ആ കോമ്പസിൽ, നിങ്ങളുടെ ചെറിയ കോമ്പസിൽ തന്നെ വലിയ പെൻസിൽ നീളത്തിൽ താഴ്ത്തിയിടുക. തുടർച്ചയായി സർക്കിൾ വരയ്ക്കാൻ അതുകൊണ്ട് കഴിയില്ല, പക്ഷെ ഒരു സർക്കിൾ വരയ്ക്കാനൊക്കെ അത് ധാരാളം മതി. ഇല്ലെങ്കിൽ നമ്മൾ ടീച്ചേഴ്സിന്റെ എടുക്കുന്ന വലിയ കോമ്പസ് ആണ്, പക്ഷെ അന്നേരം ബ്ലാക്ക് ബോർഡിൽ ഉപയോഗിക്കുന്ന കോമ്പസ് ആവുമ്പോൾ പെർഫെക്ഷൻ കുറയും. ഇത് തന്നെയാണ് ഞാൻ സ്വീകരിക്കുന്നത്. അതായത് എൻ്റെ കയ്യിലുള്ള കോമ്പസും 12 സെന്റിമീറ്റർ മാത്രമേ വലുതാവും, പക്ഷെ ഞാനത് 16 സെന്റിമീറ്ററിൽ സർക്കിൾ വരയ്ക്കുന്ന നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അതുപോലെ ആർക്ക് വീശുന്നതും ഒക്കെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അവിടെ ഞാൻ ചെയ്യുന്നത് എൻ്റെ കോമ്പസിൽ, ചെറിയ കോമ്പസിൽ വലിയ പെൻസിൽ ഇറക്കി വെക്കുകയാണ്. അതുപോലെ അങ്ങനെയുള്ള ചില സൂത്രവിദ്യകളും ചുട്ടുവിദ്യകളും എല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ ഒരു പ്രൊട്രാക്ടറിന്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ 5 സെന്റിമീറ്റർ ആണ്. നമ്മൾ 2 സെന്റിമീറ്ററിന്റെ ഉള്ളിൽ നമ്മളത് ആംഗിൾ തിരിച്ച് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിടുന്ന ബിന്ദുക്കൾ ആ 2 സെന്റിമീറ്ററിന്റെ അപ്പുറത്ത്, 3 സെന്റിമീറ്ററിന്റെ അപ്പുറത്ത് 5 സെന്റിമീറ്ററിലായിരിക്കും പോയിന്റ് വരുന്നത്. പക്ഷെ ആ പോയിന്റിൽ സ്കെയിൽ വെക്കുകയും നമുക്ക് എവിടെയാണോ വരക്കേണ്ടത് അവിടെ മാത്രം വരയ്ക്കുകയും ചെയ്യണം. ഇതൊക്കെയാണ് ഇതിന് നമ്മൾ മനസ്സിലാക്കാനുള്ള കാര്യം. അതുപോലെ പല കുട്ടികളും 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ പോലും നിരന്തരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതായത് A3 പേപ്പറിലും A4 പേപ്പറിലും വരച്ച ചിത്രങ്ങൾ വരക്കുമ്പോൾ അതിന്റെ നീളം ഇരട്ടിയാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2 സെന്റിമീറ്റർ ആണെങ്കിൽ 4 സെന്റിമീറ്റർ. അപ്പോ ഏങ്കിളും ഇരട്ടിയാവൂല്ലേ എന്ന് അവർ ചോദിക്കുന്നു. 10 ഡിഗ്രിക്ക് പകരം അത് 20 ഡിഗ്രി ആക്കി കൂട്ടിയെടുക്കണോ? അപ്പൊ അക്കാര്യത്തില് അങ്ങനെ ഒരു സംശയം ഉണ്ടാവരുത്. ചിത്രം എത്ര വലുതായാലും, കോണ് എത്ര വലുതാവുന്നുണ്ടെങ്കിലും അതിന്റെ കോണളവിന് മാറ്റം വരുന്നില്ല, അതിന്റെ വശങ്ങൾ വലുതാവുകയുള്ളൂ. 10 ഡിഗ്രി 10 ഡിഗ്രി കോണളവിലുള്ള ഒരു ചിത്രം, അത് നിങ്ങൾ എത്ര വലിയ ക്യാൻവാസ് എടുത്താലും 10 തന്നെയായിരിക്കും. അത്
A4-ലാണെങ്കിലും A3-ലാണെങ്കിലും ചാർട്ട് പേപ്പറിലാണെങ്കിലും, ഇനി അതല്ല വലിയ ചുമരിൽ കൂടുതലായിട്ട് വളരെ വലുപ്പത്തിൽ വരക്കുന്നതാണെങ്കിലും 10 ഡിഗ്രി 10 ഡിഗ്രി തന്നെയാണ്. 60 ഡിഗ്രി 60 ഡിഗ്രി തന്നെയാണ്. ഒരിക്കലും ഏംഗിളിന് മാറ്റം വരില്ല. പിന്നെ മാറ്റം വരുന്നത് എവിടെയാണ്? നീളവും വീതിയും മാത്രമാണ്. അതിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും മാത്രമേ മാറ്റം വരുന്നുള്ളൂ. ആ കാര്യം കാരണം ഇത് വ്യക്തമായിട്ട് പറയാൻ കാരണം എന്താ വെച്ചാൽ, ഹൈസ്കൂളിലുള്ള ധാരാളം കുട്ടികൾ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ചാർട്ടിലേക്ക് മാറ്റുമ്പോൾ A4-ൽ വരയ്ക്കുന്ന നീളം ഇരട്ടിയാക്കുന്നത് പോലെ തന്നെ കോണളവ് ഇരട്ടിയാക്കണ്ടേ എന്നുള്ള അവരുടെ സംശയം വളരെ വ്യക്തമായി തന്നെ ഞാൻ പറഞ്ഞന്ന്. അങ്ങനെ കോണളവിന് ഒരു മാറ്റം ഉണ്ടാവില്ല. മറ്റൊന്ന്, പല കുട്ടികളും ചോദിക്കുന്ന ചോദ്യമാണ് ബോർഡർ വരയ്ക്കണ്ടേ. ബോർഡർ ഒരു പ്രശ്നമല്ല. ബോർഡർ വരയ്ക്കണം എന്ന് ഒരു നിർബന്ധമില്ല. പക്ഷെ ബോർഡർ വരച്ച് ചീത്തയാക്കാതിരുന്നാൽ മതി. ഈ ചിത്രം തീരെ ചെറുതായി പോയി എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ബോർഡർ വരയ്ക്കുന്നത് നല്ലതാണ്. അത് ആ ചിത്രം വലുതായി തോന്നാൻ ഒരു കാരണമാവും. യെസ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഒരു ചാർട്ടിൻ്റെ മധ്യബിന്ദു വീതിയുടെ ഭാഗത്ത് നിന്ന് 28 സെൻറ്റിമീറ്റർ മധ്യഭാഗത്തെടുക്കുന്നതാണ്. ആ പോയിന്റിൽ നിന്ന്, മധ്യബിന്ദുവിൽ നിന്ന് 1.5 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിൾ വരച്ചതാണ്. 1.5 സെൻറ്റിമീറ്റർ. പിന്നീട് മധ്യബിന്ദുവിൽ പ്രൊട്രാക്ടർ വെച്ചതിന് ശേഷം 0, 30, 60, 90, 120, 150, 180. പിന്നീട് പ്രൊട്രാക്ടർ തിരിച്ച് വെച്ച് 0ഉം 180ഉം അവിടെയുണ്ട്. ബാക്കി 30, 60, 90, 120, 150. 180 നേരത്തെ വന്നു കഴിഞ്ഞു. ഇനി ഇതാണ് ഞാൻ പറഞ്ഞ 5 സെൻറ്റിമീറ്ററിൻ്റെ അപ്പുറത്താണ് പോയിൻ്റ് ഉള്ളതെങ്കിലും ആ പോയിൻ്റ് സ്കെയിൽ ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ 1.5 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള സർക്കിളിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ വരയ്ക്കുന്നത്. അപ്പോൾ ഇപ്പോൾ വരയ്ക്കുന്നത് 1.5 + 1.5 3 സെൻറ്റിമീറ്ററാണ്. അതായത് ഇപ്പോൾ വരയ്ക്കുന്ന വരകളെല്ലാം ആ സർക്കിളിൻ്റെ ഡയമീറ്ററാണ്, 3 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇങ്ങനെ 30 ഡിഗ്രിയിൽ നമ്മൾ വരയ്ക്കുമ്പോൾ 12 തുല്യ ഭാഗങ്ങളായി മാറും. അപ്പോൾ ഓരോ കഷ്ണവും 1/12 ഭാഗം, 12ൽ ഒരു ഭാഗമായിരിക്കും. ഇനി ചെയ്യുന്നത് അതേ റേഡിയസ്, അതായത് 1.5 സെൻറ്റിമീറ്റർ റേഡിയസ് തന്നെ, ആ 2 അറ്റങ്ങളിൽ നിന്നും ആർക്ക് വീശുകയാണ്. തിരിച്ചും മറിച്ചും ആർക്ക് വീശുന്ന സമയത്ത് അത് കട്ട് ചെയ്ത് കിട്ടുമല്ലോ. അപ്പോൾ അവിടത്തേക്കുള്ള അകലം എത്രയാണെന്ന് നോക്കുമ്പോൾ അത് 1.5 തന്നെയായിരിക്കും. കാരണം 1.5 സെൻറ്റിമീറ്റർ റേഡിയസിലാണല്ലോ നമ്മളെടുത്തത്. അപ്പോൾ ചുറ്റും ആ പോയിന്റിലേക്ക് ചേർത്ത് വരയ്ക്കുകയാണ്. ചേർത്ത് വരയ്ക്കുന്ന ഓരോ വരയും 1.5 സെൻറ്റിമീറ്റർ തന്നെയായിരിക്കും. അപ്പോൾ ഒരു 12 സമഭുജ സാമാന്ത്രികങ്ങളാണ് നമുക്ക് കിട്ടുക. ഒരു പൂ വിടർന്ന് നിൽക്കും പോലെ ഉണ്ടാവും. ഇതാണ് അതിൻ്റെ രീതി. ഇനി അത് ചേർത്ത് വരയ്ക്കുകയാണ്. അതായത് 2 അറ്റങ്ങളിൽ നിന്നും അവിടത്തേക്ക് വരയ്ക്കുമ്പോൾ നമുക്കൊരു സമഭുജ സാമാന്ത്രികമാണ് കിട്ടുക. 1.5 സെൻറ്റിമീറ്റർ വശങ്ങളുള്ള സമഭുജ സാമാന്ത്രികങ്ങൾ 12 എണ്ണം ചുറ്റും കിട്ടും. അപ്പോൾ ഇതിൻ്റെ ചെറിയ കോണുകളുടെ അളവ് 30 ഡിഗ്രി ആയിരിക്കും. ആ വലിയ കോണ് 150 ഡിഗ്രി ആയിരിക്കും. 30, 30, 150, 150. അപ്പോൾ ആകെ കൂട്ടുമ്പോൾ 360 ഡിഗ്രി. ഒരു ചതുർഭുജം ഉൾക്കോണുകൾ അളന്ന് നോക്കിയാൽ നമുക്ക് 360 ഡിഗ്രിയാണ് കിട്ടുക. അപ്പോൾ ആ 12 എണ്ണവും വരച്ച് കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെയാണ് ഉണ്ടാകുക. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി വീണ്ടും 1.5 സെൻറ്റിമീറ്ററിന് അതേ റേഡിയസിന് മാറ്റമില്ല. വീണ്ടും ആ 2 ഭാഗത്തുനിന്നും പുറത്തേക്ക് വരയ്ക്കുകയാണ്. അപ്പോൾ നേരത്തെ ഉള്ളതിൽ നിന്ന് കുറച്ചും കൂടെ വലുതായിട്ട് നമുക്ക് തോന്നും. ഇപ്പോഴും കിട്ടുന്നതും സമഭുജ സാമാന്ത്രികം തന്നെയാണ്. പക്ഷേ ഇപ്പോൾ കിട്ടിയത് കുറച്ചും കൂടെ വലുതായിട്ടാണ്. ആ ഏരിയ കുറച്ച് വലുതാണ്, പക്ഷേ അതിൻ്റെ പെരിമീറ്റർ ഒന്ന് തന്നെയാണ്. അപ്പോൾ ആദ്യത്തെ കോണളവ് നമ്മൾ പ്രൊട്രാക്ടർ ഉപയോഗിച്ച് അളന്നതാണ് 30 ഡിഗ്രിയാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ അളക്കാതെ തന്നെ നമുക്ക് പറയാം ആ ചെറിയ കോണ്, പുതുതായി കിട്ടിയ ചെറിയ കോണ് 60 ഡിഗ്രിയാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും 60 കോട്ടും. അപ്പോൾ വലിയ 2 കോണുകൾ 120ഉം 120ഉമാണ്. ഇതാ ആ അറ്റത്തുനിന്ന് വീണ്ടും പുറത്തേക്ക് കൊണ്ടുപോവാണ്.
എടുത്തത് റേഡിയസിന് ഒരു മാറ്റവും വന്നിട്ടില്ല, 1.5 തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ആ രണ്ടറ്റത്തുനിന്നും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ വീണ്ടും പുറത്തേക്ക് ആർക്ക് വീശുകയാണ്. രണ്ടറ്റങ്ങളിൽ നിന്നാണ് വീശുന്നതെന്നുള്ള പ്രത്യേകം ഓർക്കുക. പിന്നീട് അത് ചേർത്ത് വരയ്ക്കുകയാണ്. അപ്പോൾ അത് ചേർത്ത് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം വലുപ്പം ഒന്നും കൂടെ കൂടി. അപ്പോൾ ഇപ്പോൾ കിട്ടിയ കോണളവ്, അതായത് ആ കിട്ടിയത് ഒരു പെർഫെക്റ്റ് സ്ക്വയറാണ്. കറക്റ്റായിട്ട് 90 ഡിഗ്രി കോണളവുള്ള സ്ക്വയറാണ് നമുക്കിപ്പോൾ കിട്ടുന്നത്. അപ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ വളർച്ച എങ്ങനെയാണ്? ആദ്യം നമ്മൾ 30 ഡിഗ്രി എടുത്ത് 30, പിന്നീട് 60 ഡിഗ്രി എടുത്തിട്ടില്ല, പക്ഷേ നമുക്ക് കിട്ടി. പിന്നീടോ 90 ഡിഗ്രി, അതും കോൺ അളന്നിട്ടല്ല എടുത്തത്, 90 ഡിഗ്രി തന്നെ നമുക്ക് കിട്ടും. ഈ രൂപത്തിൽ പോകും. അപ്പോൾ കോണുകളെല്ലാം മട്ട കോണുകളായിരിക്കും. 4 കോണുകളും കൂടി വരുമ്പോൾ 360 ഡിഗ്രി. അപ്പോൾ മുഴുവൻ ചെയ്തെടുക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. വീണ്ടും 1.5 സെൻറ്റിമീറ്ററിൽ പുറത്തേക്ക് കൊണ്ടുപോവാണ്. 1.5 സെൻറ്റിമീറ്റർ തന്നെ ആർക്ക് വീശി മുറിക്കുകയാണ്. അതും ചേർത്ത് വരയ്ക്കുമ്പോൾ നമുക്ക് സമഭുജ സാമാന്തരിക റോംബസ് തന്നെയാണ് കിട്ടുക. ഒരു സംശയമില്ല, റോംബസ് തന്നെയാണ്. പക്ഷേ ഇപ്പം കിട്ടിയ റോംബസ് നേരത്തെ ഉണ്ടായിരുന്ന അത്രയും വലുപ്പ ഏരിയ കുറഞ്ഞുപോയി, അതിൻ്റെ പരപ്പളവ് കുറഞ്ഞുപോയി. അപ്പോൾ സ്ക്വയറിന് വീണ്ടും മേലോട്ട് പോകുമ്പോൾ പരപ്പളവ് കുറഞ്ഞതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇപ്പോൾ കിട്ടിയത് 90-ൽ നിന്ന് വീണ്ടും 30 ഡിഗ്രി വളർന്ന് 120 ഡിഗ്രിയായി. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റും 120 ഡിഗ്രി തന്നെ. മറ്റേ 2 ചെറിയ കോണുകൾ 60ഉം 60ഉം ആയി. നേരത്തെ ഉള്ളത് തിരിഞ്ഞ് വന്നതാണ്. അപ്പോൾ അതിൻ്റെ അറ്റത്ത് നമുക്കിപ്പോൾ നോക്കിയാൽ കാണാം 150 ഡിഗ്രിയാണ്. 150 ഡിഗ്രി. പിന്നീട് ആ രണ്ടറ്റങ്ങളും ചേർത്ത് നേർരേഖ കൊണ്ട് യോജിപ്പിക്കുകയാണ്. നമുക്കറിയാം നേർരേഖയിലുള്ള കോണിൻ്റെ അളവ് 180 ഡിഗ്രിയാണ്. നേർരേഖ കോണല്ല, പക്ഷേ അത് 180 ഡിഗ്രിയാണ്. അപ്പോൾ അതിൻ്റെ വളർച്ച എങ്ങനെയാണ്? 30, 60, 90, 120, 150, 180. ശരി, ഇതാ ഇപ്പോൾ ചെയ്യുന്നത് അവിടെ കറക്റ്റ് 3 സെൻറ്റിമീറ്റർ ആയിരിക്കും. അതിൻ്റെ രണ്ടറ്റത്തുനിന്നും നമ്മൾ ലംബം നിർമ്മിക്കുകയാണ് 3 സെൻറ്റിമീറ്ററിൽ തന്നെ. അതായത് പ്രൊട്രാക്ടർ വെച്ച് 90 ഡിഗ്രി അടയാളപ്പെടുത്തി, ആ അടയാളം പുറത്താണ്. നമുക്ക് 3 സെൻറ്റിമീറ്റർ വരികയേ വേണ്ടു. ഇങ്ങനെ 3 സെൻറ്റിമീറ്ററിൻ്റെ ഒരു സ്ക്വയർ കിട്ടണം. അടുത്തത്, അതായത് 12 വശമുള്ള ഒരു ബഹുഭുജമാണ് നമുക്ക് കിട്ടിയത്. 12 വശങ്ങളുടെയും നീളം 3 സെൻറ്റിമീറ്ററാണ്. ആ 3 സെൻറ്റിമീറ്റർ വക്കിൽ വെച്ചുകൊണ്ട് ഒരു സൈഡാക്കിക്കൊണ്ട് സ്ക്വയർ വരക്കുകയാണ്. അപ്പോൾ 12 സ്ക്വയർ ഉണ്ടാകും. അപ്പോൾ 12 വശമുള്ള റെഗുലർ പോളിഗണാണ് നമ്മൾക്ക് കിട്ടിയത്. അപ്പോൾ അതിന് ചുറ്റും 12 എണ്ണം നമ്മളിങ്ങനെ വരയ്ക്കുകയാണ്. അങ്ങനെ വരയ്ക്കുമ്പോൾ ഇതാ ഒരു വി ഷേപ്പ് കണ്ടോ, ഗ്യാപ്പ്. ഇവിടെ വേറൊരു പ്രത്യേകത, നമ്മൾ 1.5 സെൻറ്റിമീറ്ററിലാണ് മധ്യഭാഗത്തു നിന്ന് തുടങ്ങി എന്നുള്ളത് കൊണ്ട് അതിൻ്റെ ഇരട്ടി 3 സെൻറ്റിമീറ്ററാണ് അറ്റത്തുണ്ടാകുക. 2-ലാണ് തുടങ്ങിയതെങ്കിൽ 2-ൻ്റെ ഇരട്ടി 4 സെൻറ്റിമീറ്റർ ആയിരിക്കും ഇതിൻ്റെ വശങ്ങൾ. ആ കാര്യം ഒന്ന് ഓർക്കുക. യെസ്. ഇപ്പോൾ നമ്മൾ 3ാമത്തെ സ്ക്വയർ ഉണ്ടാക്കുകയാണ്. 3 സെൻറ്റിമീറ്ററാണ് പുറത്തേക്ക് വരയ്ക്കുന്നത്. എന്നിട്ട് അത് തമ്മിൽ യോജിപ്പിക്കുമ്പോൾ 3 സെൻറ്റിമീറ്ററാണ് കിട്ടുക. അതുപോലെ അതിൻ്റെ നമ്മൾ ആദ്യം പെൻസിൽ കൊണ്ട് വരച്ച വൃത്തഭാഗം വേണ്ട, അത് പെൻസിൽ കൊണ്ട് വരച്ചുകൊണ്ട് നമുക്കത് കളർ ചെയ്യുമ്പോൾ മയച്ച് പോക്കേണ്ടതുണ്ട് കേട്ടോ. ഇനി നോക്ക്, ഇപ്പോഴെടുത്തത് 3 സെൻറ്റിമീറ്ററാണ്. കാരണം നമ്മൾ സ്ക്വയറിൻ്റെ സൈഡ് 3ആണ്. ആ 3 സെൻറ്റിമീറ്ററിൽ നമ്മൾ ആർക്ക് വീശുകയാണ് രണ്ടറ്റത്തുനിന്ന്. എന്ന് വെച്ചാൽ ആ വി ഷേപ്പ് മറ്റൊരു വി ഷേപ്പ് കൊണ്ട് അടഞ്ഞു കിട്ടുന്നതായിട്ട് കാണാം കേട്ടോ. ഒരു വി മറ്റൊരു വി കൊണ്ട് അടഞ്ഞു കിട്ടുകയാണ്. അപ്പോൾ കിട്ടുന്നതും സമഭുജ സാമാന്തരികമാണ്, റോംബസാണ്. 3 സെൻറ്റിമീറ്റർ വശങ്ങളുള്ള സമഭുജ സാമാന്തരികമാണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ 12 എണ്ണവും നമുക്ക് ചുറ്റും കിട്ടും. യെസ്. ഇനി അവിടുന്ന് മേലോട്ട് പോകുന്ന എങ്ങനെയാണെന്ന് നോക്കുക. ഇനി പിരമിഡിൻ്റെ നിർമ്മാണമാണ്.
അപ്പോൾ തുടർച്ചയായി 12 എണ്ണം നമുക്ക് വേണ്ട. 12 എണ്ണം കിട്ടുമ്പോൾ അതിനൊരു കാഴ്ച കുറവായിരിക്കും. അതുകൊണ്ട് ഒന്നിടവിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പോൾ എടുത്ത റേഡിയസ് 4.5 സെൻറ്റിമീറ്ററാണ്. അതിൻ്റെ അറ്റത്തുനിന്ന് 4.5 സെൻറ്റിമീറ്റർ റേഡിയസിൽ ആർക്ക് വരയ്ക്കുകയാണ്. ആർക്ക് വരച്ച് മുട്ടിക്കുകയാണ്. യെസ്. അപ്പോൾ വരയ്ക്കുന്ന വരയുടെ ലെങ്ത് 4.5 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇത് തുടർച്ചയായി വേണ്ട, ഒന്നിടവിട്ടാണ് വേണ്ടത്. അതുകൊണ്ട് ഒന്നിടവിട്ട്, ഒന്ന് വിട്ടതിന് ശേഷം അടുത്തതാണ് ചെയ്യുന്നത്. അപ്പോൾ ആ 2 വരകളും 4.5 സെൻറ്റിമീറ്ററാണ്. ഇനി ഇത് ചേർത്ത് വരയ്ക്കുമ്പോൾ നമ്മൾക്ക് കിട്ടുക 6 സെൻറ്റിമീറ്ററാണ്. 6 സെൻറ്റിമീറ്റർ. അപ്പോൾ പിരമിഡിൻ്റെ നിർമ്മാണം ഇത് ഈ രൂപത്തിലാണ്. 6 സെൻറ്റിമീറ്റർ ആയിരിക്കും ആ അളവ്. യെസ്. ഇനിയാണ് ആ 2 പിരമിഡിൻ്റെ 2 അറ്റങ്ങളും തമ്മിലുള്ള അകലം 15 സെൻറ്റിമീറ്റർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ 15 സെൻറ്റിമീറ്റർ റേഡിയസിലെടുത്ത് ആർക്ക് വീശുകയാണ്. നോക്ക്, എൻ്റെ ചെറിയ കോമ്പസായിട്ടും ഞാൻ പെൻസിലൊന്ന് ഇറക്കി വെച്ചതാണ്. എനിക്കിതുകൊണ്ട് 16 സെൻറ്റിമീറ്ററിലും വലുതാക്കാം. അപ്പോൾ പെൻസിലൊന്ന് ഇറക്കി വെച്ച് ഇതാ. ഇപ്പോൾ ആ 15 സെൻറ്റിമീറ്റർ തീർത്തും വരയ്ക്കുന്നില്ല. 1.5 സെൻറ്റിമീറ്റർ താഴെ ഒഴിവാക്കിക്കൊണ്ടാണ് വരയ്ക്കുന്നത്. 1.5 സെൻറ്റിമീറ്റർ നമ്മൾ ഒഴിവാക്കുന്നു. അപ്പോൾ 13.5 സെൻറ്റിമീറ്റർ മാത്രമേ വരയ്ക്കുന്നുള്ളൂ. യെസ്. ഇനി അടുത്ത സ്റ്റെപ്പ് നമുക്ക് ആ 15ൻ്റെ നേരെ പകുതി 7.5 സെൻറ്റിമീറ്റർ എടുക്കുകയാണ്. 7.5, 7.5. എന്നിട്ട് ആ കോണിൽ വെച്ച് 2 സൈഡും കട്ട് ചെയ്തതിന് ശേഷം വീണ്ടും അത് ഉള്ളിലേക്ക്, ആ കട്ട് ചെയ്ത ഭാഗത്തു നിന്ന് ഉള്ളിലേക്ക് വരയ്ക്കുകയാണ്. ഇത് നമുക്കൊരു സമഭുജ സാമാന്ത്രിക 7.5 സെൻറ്റിമീറ്ററിലുള്ള റോംബസ് കൃത്യമായിട്ട് നമുക്കിവിടെ കിട്ടും. യെസ്. ഈ ഭാഗത്തും വരച്ച് കഴിഞ്ഞാൽ 4 വശങ്ങളും 7.5 സെൻറ്റിമീറ്ററാണ്. ഇനി അത് 1.5 സെൻറ്റിമീറ്റർ വെച്ച് കട്ട് ചെയ്യുകയാണ്. ആ 7.5 നമുക്ക് 1.5 സെൻറ്റിമീറ്റർ വീതം കട്ട് ചെയ്യണം. അവിടെ പക്ഷേ 1.5 സെൻറ്റിമീറ്റർ വിട്ടതുകൊണ്ട് നമുക്ക് ഒരു യൂണിറ്റ് കുറവായിരിക്കും. ഇത് തന്നെ നേരത്തെ കാണിച്ച ചിത്രം 1.5ക്ക് പകരം 1 സെൻറ്റിമീറ്ററിലാണ് ചെറുതാക്കി കേട്ടോ. അത്രയും സങ്കീർണമായിട്ട് വരച്ചതാണ്. അത് അതിൻ്റെ ഏറ്റവും ചെറുതാക്കിയിട്ട്. അപ്പോൾ 1.5ലും 1ലും 2ലും ഒക്കെ കുട്ടികൾ വരയ്ക്കുന്നുണ്ട്. 1.5ൽ 1 സെൻറ്റിമീറ്റർ എടുത്ത് വരച്ചാൽ ആ ചിത്രം തീരില്ല എന്നുള്ളതാണ് പലർക്കും അനുഭവം. മത്സരത്തിൽ പലപ്പോഴും കംപ്ലീറ്റ് ചെയ്യാൻ കഴിയാതെ പോയിട്ടുണ്ട്. അതാണ് 1.5ലേക്ക് ഇപ്പോൾ മാറ്റിയത് കേട്ടോ. ഇവിടെയും 1.5 സെൻറ്റിമീറ്ററാണ് അടയാളപ്പെടുത്തുന്നത്. യെസ്. അവിടെ 1.5 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തിയതിന് ശേഷം അത് ചേർത്ത് തിരിച്ചും മറിച്ചും പാരലൽ ലൈൻ വരച്ചതാണ്. പിന്നീട് 15 സെൻറ്റിമീറ്റർ എന്നുള്ളത് ഒരു യൂണിറ്റ് കുറച്ചുകൊണ്ട് 13.5ൽ നമ്മൾ വൃത്തഭാഗം വരയ്ക്കുകയാണ്. എന്ന് വെച്ചാൽ 2 സമഭുജ ത്രികോണങ്ങളുടെ ഇടയ്ക്ക് വരുന്ന ആ കോണളവ് 120 ഡിഗ്രി ആയിരിക്കും. നമ്മളിപ്പോൾ 120 ഡിഗ്രിയാണ് വരയ്ക്കുന്നത്. എൻ്റെ പേപ്പർ ചെറുതായതുകൊണ്ട് ഇങ്ങേ അറ്റം കൃത്യമായിട്ട് കിട്ടില്ല. യെസ്. അപ്പോൾ ഓരോ 1.5 സെൻറ്റിമീറ്ററും താഴ്ത്തി വൃത്തഭാഗങ്ങൾ വരയ്ക്കുകയാണ്. യെസ്. ഇനി ആ വര വരച്ചതിന് ശേഷം നമുക്കിത് 120 ഡിഗ്രി, കൃത്യമായിട്ട് 120 ഡിഗ്രി തന്നെ ആയിരിക്കും. അതൊന്ന് അളന്ന് പോയിൻ്റ് ഇടുക. ഇതാ. അതായത് പിരമിഡിൻ്റെ മുനയിലാണ് നമ്മൾ വെക്കുന്നത്. താഴെയുള്ള വര കണക്കാക്കി വെക്കുകയും ഓരോ 10 ഡിഗ്രിക്കും അടയാളപ്പെടുത്തുകയും ചെയ്യും. പക്ഷേ 10 ഡിഗ്രി നീട്ടി വരയ്ക്കുന്നില്ല കേട്ടോ. അതെങ്ങനെയാണ് വരയ്ക്കുന്നതെന്നൊന്ന് ശ്രദ്ധിക്കുക.
120 ആണ് നമുക്ക് വേണ്ടത്. അവിടം വരെയേ വരയ്ക്കുന്നുള്ളൂ. അതിൻ്റെ അപ്പുറത്ത് പിന്നെ വീണ്ടും നേരത്തെ ഉള്ള രൂപമായിരിക്കും, പക്ഷേ നമുക്കവിടെ വരച്ചുവിടാം. അതുകൊണ്ട് നിർത്തുക. ഇനി ഇതെങ്ങനെയാണ് വരയ്ക്കുക നോക്ക്. ഒരു 10 നമ്മുടെ അടയാളപ്പെടുത്തിയല്ലോ. അപ്പോൾ ആ ആദ്യത്തെ 10 വെക്കുക. പിന്നെ ആ പിരമിഡിൻ്റെ മുനയിലാണ് വെക്കുന്നത്. എന്നിട്ട് ഒന്നട വിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഒന്നട വിട്ട് കട്ട് ചെയ്യുകയാണ്. വീണ്ടും 10 മാറ്റി. അപ്പോൾ നേരത്തെ കട്ട് ചെയ്യാത്ത ഭാഗത്താണ് ഇപ്പോൾ കട്ട് ചെയ്യുന്നത്. ഇത് നമ്മൾ ഇഷ്ടികയൊക്കെ പടുക്കുന്നത് ഇങ്ങനെയാണ്. അതുപോലെ ഈ വീട് നിർമ്മാണത്തിൽ കല്ല് കെട്ടുന്നത് ഓരോന്ന് നീക്കിയാണ്. ഇനി ഈ കർവാണെങ്കിൽ നിങ്ങൾ കിണറിന് കല്ല് കെട്ടുന്നത് ഇങ്ങനെയാണ്. ഏതാണ്ട് ഇതാ ആ കെട്ടുന്ന കല്ലിൻ്റെ ഷേപ്പ് ഇങ്ങനെയായിരിക്കും. കിണറിൻ്റെ അടിയിലെ പടവ് കെട്ടുക ഈ രൂപത്തിലാണ്. അപ്പോൾ ആ കിണറിലേക്ക് നമ്മൾ നോക്കുമ്പോഴും ഇങ്ങനെയാണ് കാണുക. ഉള്ളിലേക്ക് പോകുമ്പോൾ ആ കല്ലിൻ്റെ വലുപ്പം ചെറുതായി കാണും. അതായത് പുതുതായി കെട്ടിയപാട് നോക്കിയാലേ ഇത് കാണും കേട്ടോ. പിന്നീട് കുറച്ച് കഴിഞ്ഞ് പൂപ്പലെല്ലാം വന്നാൽ അതിൻ്റെ ജോയിൻ്റ് എവിടെയാണെന്ന് മനസ്സിലാവില്ല. ഈ ഒരു ചിത്രം ഞാൻ പലതരത്തിലും മാറ്റി വരച്ചിട്ടുണ്ട്. വേണ്ട മാറ്റവും അളവും മാറ്റിക്കൊണ്ട് നിങ്ങൾക്കും വരക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ആ വ്യത്യസ്ത തരത്തിൽ വരച്ച് പല ചിത്രങ്ങളും ഞാനിതിൽ കാണിക്കുന്നുണ്ട്. 120 ആ ഓരോ 10 ഒന്നടവിട്ട് കട്ട് ചെയ്താൽ ഇങ്ങനെയാണ് ഉണ്ടാകുക. ഇതാണ് ഇത്രയേ പണിയുള്ളൂ. ഇതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ആ ഉള്ളിലുള്ള ഭാഗം മാത്രമുള്ള ഒരു ചിത്രമാണ്. ഇത് ഏതാണ്ട് അതേ രൂപത്തിൽ ചെയ്ത മറ്റൊരു ചിത്രമാണ് കേട്ടോ. ആ ട്രയാങ്കിൾ ഒരു ഐസ്ക്രീമിൻ്റെ കോണ് പോലെയും പുറത്ത് നമ്മൾ ചെയ്ത രൂപത്തിലുമാണ്. ഇതാണ് നമ്മളിപ്പോൾ ചെയ്ത ശരിയായ രൂപത്തിലുള്ളത് കേട്ടോ. ഒന്നടവിട്ട് പടുത്ത് വെച്ചത് കൃത്യമായി ചെയ്തതാണ്. ഇതും അത്തരത്തിലുള്ള അതേപോലത്തെ ചിത്രമാണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞ ഒരേ ഗ്രാഫിൽ നിന്ന് വ്യത്യസ്ത തരത്തിലുള്ള ഒരുപാട് ചിത്രങ്ങൾ നമുക്കുണ്ടാക്കാം. ഇതാണ് അതിൻ്റെ ശരിയായ. ഇവിടെയാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു ചിത്രം പല കുട്ടികളും ശ്രമിച്ചിട്ട് 3 മണിക്കൂർ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഇത് 1 സെൻറ്റിമീറ്റർ കട്ട് ചെയ്യുന്നതാണ്. വളരെ സൂക്ഷ്മമായിട്ട് കട്ട് ചെയ്യുന്നതാണ്. അതാണ് ഞാൻ അതുകൊണ്ട് 1.5 സെൻറ്റിമീറ്ററിലേക്ക് മാറ്റിയത് കേട്ടോ. ഈ ഒരു ചിത്രം പലർക്കും വരക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. വരച്ച കുട്ടിയുടെ പേര് കൃത്യമായിട്ട് അനിയ മെഹറിൻ, പരപ്പനങ്ങാടി SNM HSSലുള്ള കുട്ടിയാണ്. അവളിപ്പോൾ +2 കഴിഞ്ഞ് ഡിഗ്രിക്ക് ചേർന്ന്. അവൾക്ക് പോലും പിന്നെ സബ് ജില്ലാ മത്സരത്തിന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ഇത്രയും ചെറുതായതുകൊണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ 1 സെൻറ്റിമീറ്റർ യൂണിറ്റിൽ ചെറുതാക്കി എടുക്കേണ്ട. അത് 1.5 സെൻറ്റിമീറ്ററിലേക്ക് ഞാൻ മാറ്റി കാണിച്ചത് അതുകൊണ്ടാണ്. അപ്പോൾ ഒരു സമാന്തര ശ്രേണി അരിത്തമെറ്റിക്കൽ സീക്വൻസ് എങ്ങനെയാണ് വന്നതെന്ന് നോക്ക്. 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി, 120 ഡിഗ്രി, 150 ഡിഗ്രി, 180 ഡിഗ്രി. 10ാം ക്ലാസ്സിലെ പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് നേരിട്ട് ബന്ധമുള്ള ഒരു ചിത്രമാണ്. ഒപ്പം എങ്ങനെയാണ് ഒരു 3D എഫക്റ്റുള്ള ചിത്രമാവുന്നത്. ഇവിടെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ എല്ലാറ്റിൻ്റെയും പെരിമീറ്റർ സെയിം ആണ്, 1.5 സെൻറ്റിമീറ്റർ. അപ്പോൾ 1.5 × 4 6 സെൻറ്റിമീറ്റർ ആണ് എല്ലാ ചതുർഭുജങ്ങളുടെയും ചുറ്റളവ്. പെരിമീറ്റർ എല്ലാം 6 സെൻറ്റിമീറ്റർ ആണ്. 1.5 1.5 1.5 1.5. അപ്പോൾ 1.5 × 4 6 സെൻറ്റിമീറ്റർ ആണ് എല്ലാത്തിൻ്റെയും ചുറ്റളവ് പെരിമീറ്റർ. ഒരേ ചുറ്റളവുള്ള ചതുർഭുജങ്ങളിൽ ഏരിയ ഏറ്റവും കൂടുന്നത് ആർക്കാണ് എന്നുള്ളൊരു കണ്ടെത്തലും കൂടിയാണിത്. ഇവിടെ ഏരിയ വളരെ കുറവാണ്. ഇവിടത്തേക്ക് എത്തുമ്പോൾ കുറച്ച് കൂടി, പെരിമീറ്റർ സെയിം ആണ്. ഇവിടത്തേക്ക് എത്തുമ്പോൾ കുറേയും കൂടെ കൂടി.
അവിടെ നിന്നും മേലോട്ട് പോകുമ്പോൾ കുറയാണ് ചെയ്ത്, കുറഞ്ഞു വന്ന്, പിന്നെ അങ്ങോട്ടെത്തുമ്പോൾ വീണ്ടും കുറയാണ്. അപ്പോൾ ഒരേ പെരിമീറ്ററുള്ള ചതുർഭുജങ്ങളിൽ ഏരിയ ഏറ്റവും കൂടുതൽ സ്ക്വയറിനായിരിക്കും എന്നുള്ളൊരു കണ്ടെത്തലും കൂടെ നമ്മൾ നടത്തുകയാണ്. ഇതും ഹൈസ്കൂൾ തലത്തിൽ കുട്ടികൾക്ക് പഠിക്കാനുള്ള പാഠഭാഗവുമായി നേരിട്ട് ബന്ധമുള്ളതാണ്. അപ്പോൾ നോക്ക്, പാഠഭാഗവുമായി നേരിട്ട് ബന്ധമുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് വരക്കുന്നത്, എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത്. യെസ്, ഇനി നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന രൂപം 12 വശങ്ങളുള്ള ഒരു ബഹുഭുജമാണ്. 12 വശങ്ങളും ഒരേ അളവാണ്. അപ്പോൾ അതൊരു സമബഹുഭുജമാണ്, റെഗുലർ പോളിഗണാണ്. 12 വശങ്ങൾ. പിന്നീട് ചെയ്തത് എന്താ, ആ 12 വശങ്ങളിൽ നിന്നും സ്ക്വയർ നിർമ്മിച്ചതാണ്. ഇതാണ് ആ സ്ക്വയറിന്റെ ഒരു വശം. അപ്പോൾ സ്ക്വയർ ഇവിടെ 3 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണ് ഇവിടുന്ന് ലംബം വരച്ചതാണ്, കറക്റ്റ് 90 ഡിഗ്രി. അത് പ്രൊട്രാക്ട് വെച്ചിട്ട് ചെയ്യാലോ നമുക്ക്. ഈ വരക്ക് കണക്കാക്കി കറക്റ്റ് 90 ഡിഗ്രി എടുത്ത് നമുക്ക് വേണ്ടത് 3 സെന്റിമീറ്റർ വരെയാണ്. പ്രൊട്രാക്ട് വെച്ചാൽ 5 സെന്റിമീറ്ററിലാണ് പോയിന്റ് ഉണ്ടാവുമെങ്കിലും 3 സെന്റിമീറ്റർ വരെ നമ്മൾ വരക്കുന്നു. അതുപോലെ ഇവിടുന്ന് 3 സെന്റിമീറ്റർ വരെ വരക്കുന്നു. എന്നിട്ട് അത് ചേർത്ത് യോജിപ്പിക്കുമ്പോൾ ഒരു സ്ക്വയർ ആണല്ലോ കിട്ടുക. അങ്ങനെ എത്ര സ്ക്വയർ കിട്ടും? 12 വശങ്ങളിലും 12 സ്ക്വയർ കിട്ടുക. 12 സ്ക്വയർ കിട്ടും. പിന്നെ എന്താ ചെയ്തത്, 2 സ്ക്വയർ വരച്ചപ്പോൾ ഇവിടെ ഒരു ഗ്യാപ്പ്, വി ഷേപ്പ്, നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗ്യാപ്പ് ഉണ്ട്, വി ഷേപ്പ്. അപ്പോൾ നമുക്കറിയാം ഈ ലെങ്ത് 3 സെന്റിമീറ്റർ ആയിരുന്നു. അതും ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. നമ്മൾ ആദ്യം എടുത്തത് 1.5 സെന്റിമീറ്റർ ആണെങ്കിൽ ഇത് അവസാനിക്കുന്ന 3 സെന്റിമീറ്ററിലായിരിക്കും. ഇവിടെ നമ്മൾ 2 സെന്റിമീറ്റർ ആണ് എടുത്തതെങ്കിൽ ഇവിടെ അവസാനിക്കുന്ന 4-ലായിരിക്കും. അതായത് ഏറ്റവും ഉള്ളിൽ നമ്മൾ എത്രയാണ് അളവെടുക്കുന്നത് അതിൻ്റെ ഇരട്ടിയായിരിക്കും ഈ പോളിഗണിന്റെ ആ വശങ്ങൾ, അവസാനിക്കുന്ന വശങ്ങൾ. ഓക്കെ, അതൊന്ന് ഓർക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞ എന്താ, 12, 1, 2, 3, 4. അപ്പോൾ ഒരു സ്ക്വയർ ഇവിടെ പിരമിഡിന്റെ ഭാഗമായിട്ടാണ് വന്നത്, ഒരു സ്ക്വയർ തനിച്ചാണ്. അങ്ങനെ ഒന്നിടവിട്ട് പിരമിഡും സ്ക്വയറുമായിട്ട് മാറിയതാണ്. അപ്പോൾ തുടർച്ചയായി നമ്മൾ പിരമിഡ് വരയ്ക്കുന്നില്ല, കാരണം വരച്ചാൽ അതിനൊരു കാഴ്ച ഉണ്ടാവില്ല. അതുകൊണ്ട് 6 വശങ്ങളിൽ മാത്രമേ പിരമിഡ് വരയ്ക്കുന്നുള്ളൂ. 6 വശങ്ങൾ നമ്മൾ സ്ക്വയറായിട്ട് തന്നെ നിലനിർത്തിയതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ് വി ഷേപ്പ്, ആ ഗ്യാപ്പ് ഉണ്ട്. ആ വി ഷേപ്പിൽ നമ്മൾ എന്താ ചെയ്തത്, 3 സെന്റിമീറ്റർ ആണ് ഈ ലെങ്ത്. അതുകൊണ്ട് ഇവിടുന്നും 3 സെന്റിമീറ്റർ ആർക്ക് വീശി മുറിച്ച പോയിന്റാണിത്. അപ്പോൾ ഒരു വി ഷേപ്പിനെ മറ്റൊരു വി ഷേപ്പ് കൊണ്ട് അടച്ചിടാൻ പറ്റും. അപ്പോൾ കിട്ടുന്നതും സമഭുജ സാമാന്തരികം തന്നെയാണ്, റോംബസ് തന്നെയാണ്, റെഗുലർ ആണ്. 3 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ. അപ്പോൾ നമുക്ക് 12 സെന്റിമീറ്റർ ചുറ്റളവുള്ള ഒരു റോംബസ് ആണ് കിട്ടുന്നത്. യെസ്, സമഭുജ സാമാന്തരികം തന്നെയാണ്. അപ്പോൾ 1, 2, 3, 4 അങ്ങനെ 12 ഉണ്ടാവും. അപ്പോൾ അടുത്തടുത്ത 2 ഒരു സ്ക്വയറിന്റെ 2 വശങ്ങളിലും ആ റോംബസ് വന്നു. അപ്പോൾ നമ്മളെ രൂപം ഈ രൂപത്തിലായി. പിന്നീട് എന്താ ചെയ്യുന്നത്, ഈ 3 നമ്മൾ ഈ ലെങ്ത് എടുത്ത് ഇവിടുന്ന് 4.5 സെന്റിമീറ്റർ റേഡിയസിൽ എടുക്കുകയാണ്. 4.5 സെന്റിമീറ്റർ റേഡിയസ് എടുത്ത് ആർക്ക് വീശി എടുക്കുകയാണ് ഇവിടത്തേക്ക്. ഇവിടുന്നും 4.5 സെന്റിമീറ്റർ. അപ്പോൾ ഒരു സ്തൂപികയായിട്ട് മാറും. ഇവിടുന്നും 4.5 സെന്റിമീറ്റർ, ഇവിടുന്നും 4.5 സെന്റിമീറ്റർ. അങ്ങനെ നോക്കിയാൽ ഈ ലെങ്ത് 6 സെന്റിമീറ്റർ ആയിരിക്കും. ഇവിടത്തേക്ക് വരയ്ക്കുന്ന വര 6 സെന്റിമീറ്റർ ആയിരിക്കും. പിന്നീട് ഈ 3 സെന്റിമീറ്ററിനെ ഓരോ സെന്റിമീറ്ററും കട്ട് ചെയ്യാണ്. അപ്പോൾ 1, 2, 3 അത് തിരിച്ചും മറച്ചും വരച്ച് സ്ക്വയർ ആക്കിയതാണ്. ഇവിടെ അങ്ങനെ തന്നെയാണ്. ഇതും 3 സെന്റിമീറ്റർ ആണ് ലെങ്ത്. 1, 2, 1, 2 പാരലലായിട്ട് വരയ്ക്കുകയാണ്. തിരിച്ചു അങ്ങനെ തന്നെ. ഇവിടുന്ന് ഓരോ സെന്റിമീറ്ററിൽ നിന്നും സ്തൂപികയായിട്ട് ആ മുനയിലേക്കാണ് വരയ്ക്കുന്നത്. എന്നിട്ട് വീണ്ടും അത് 3 സെന്റിമീറ്ററിൽ, അതായത് 3 ഭാഗമാക്കുകയാണ്.
അപ്പോൾ 4.5 സെന്റിമീറ്ററിനെ 3 ഭാഗമാക്കുക എന്ന് പറഞ്ഞാൽ 1.5, 3, 4.5. ഇവിടെയാണെങ്കിലോ 6 കിട്ടുന്നത്. അത് എത്രയാണ്? 2, 4, 6 എന്നുള്ള ക്രമത്തിലാണ് വരിക. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടം വരെയുള്ള നിർമ്മിതി. ഇത് ഞാൻ വരച്ച് കാണിക്കും. അതിനുശേഷം ഈ 6 മുനകളും നമ്മൾ പരിശോധിക്കുകയാണ്. അപ്പോൾ അടുത്തടുത്ത മുനകൾ തമ്മിലുള്ള അകലം 15 സെന്റിമീറ്റർ ആയിരിക്കും. നമുക്കൊന്ന് നോക്കാം. 15 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ ഇവിടുന്ന് ഇവിടത്തേക്ക് അളന്നാലും 15, ഇവിടുന്ന് ഇവിടത്തേക്ക് അളന്നാലും 15. അപ്പോൾ ഇവിടെ പക്ഷേ നമ്മൾ ബേസ് വരക്കുന്നില്ല, ഇവിടെയും നമ്മൾ വരക്കുന്നില്ല. പക്ഷേ ആ അളവ് കാണുകയാണ്. എന്നിട്ട് എന്താ ചെയ്യുന്നത് നോക്കിക്കോ. പലരും അപ്പോൾ പറയും ഞങ്ങൾ കോമ്പസ് 15 സെന്റിമീറ്ററിൽ വലുതാവില്ല, 12 കിട്ടുമെന്ന് പറയും. അതിനാണ് ഇങ്ങനെ ഒരു വഴി. വലിയ പെൻസിൽ എടുക്കുക, അങ്ങോട്ട് ഇറക്കി വെക്കുക. ഇപ്പൊ നോക്ക്, എനിക്ക് വേണേ 16, 18 കിട്ടുന്നുണ്ട്. പക്ഷെ നമുക്ക് അത്ര വേണ്ട. നമുക്ക് എത്രയും വേണ്ടത് 15 വേണ്ടു. അപ്പോൾ വേണമെങ്കിൽ കുറച്ചും കൂടെ ഇങ്ങോട്ട് വെക്കുക, 15 സെന്റിമീറ്ററിലേക്ക്. യെസ്, ഇതാ 15 സെന്റിമീറ്റർ. അപ്പോൾ എൻ്റെ കോമ്പസും നിങ്ങളുടെ കോമ്പസ് പോലെ തന്നെയാണ്. 12 സെന്റിമീറ്റർ കിട്ടൂ. ഞാനത് 15 സെന്റിമീറ്റർ ആക്കി. എനിക്ക് വേണമെങ്കിൽ അത് 16, 18 ഒക്കെ കിട്ടും. കുറച്ചും കൂടെ താഴ്ത്തി വെച്ചാൽ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്തായിരുന്നു നോക്കുക. ഇതാ ഇവിടെ വ്യക്തമായിട്ട് കാണാലോ. ഇത് തമ്മിലുള്ള അകലം നമ്മൾ പറഞ്ഞല്ലോ 15 സെന്റിമീറ്റർ ആണ്. ഇനി ആ 15 സെന്റിമീറ്റർ ഇവിടുന്ന് ആർക്ക് വീശുവാണ് ഇവിടെ, അതുപോലെ ഇവിടുന്നും ആർക്ക് വീശുവാണ് ഇവിടെ. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് കിട്ടിയല്ലോ. എന്നിട്ട് അവിടുന്ന് നേരിട്ട് ഇവിടത്തേക്ക് വരക്കുന്നില്ല, പകരം പെൻസിൽ കൊണ്ട് ലൈറ്റായിട്ട് വരക്കുകയാണ്. ഇത് നമ്മൾ പിന്നീട് ചെയ്യുന്നതാണ്. അപ്പോൾ 2 സെന്റിമീറ്റർ വിട്ട് വരക്കുകയാണ്. ഇവിടെയും 2 സെന്റിമീറ്റർ ഒഴിവാക്കിക്കൊണ്ട് വരക്കുകയാണ്. ഈ ലെങ്ത് ഇവിടത്തോളം ഉണ്ടെങ്കിൽ 15 സെന്റിമീറ്റർ ആണ്. പക്ഷെ നമ്മൾ 13 വരക്കുന്നുള്ളൂ, കാരണം ഇവിടെ ഒരു ഗ്യാപ്പ് വരാൻ വേണ്ടി. ഇല്ലെങ്കിൽ ഈ മുനയിൽ തട്ടി ആണല്ലോ നിൽക്കുക. അതുപോലെ ഇതും നമ്മൾ വരക്കുന്നില്ല. പക്ഷെ നമുക്ക് ലെങ്ത് അറിയാം. ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ലെങ്ത് 15 ആണ്, ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ലെങ്ത് 15 ആണ്, ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ലെങ്ത്തും 15 ആണ്. ഇങ്ങനെയാണ് 6 ഭാഗത്തും. ഇതാ ഇവിടെ അങ്ങനെ തന്നെയാണ്. ഇതാ ഈ ലെങ്ത് 15 ആണ്, ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ലെങ്ത് 15 ആണ്, ഇവിടുന്ന് ഇവിടത്തേക്കും 15 ആണ്. പക്ഷെ 2 സെന്റിമീറ്റർ വിട്ടിട്ടേ നമ്മൾ വരക്കുന്നുള്ളൂ എന്ന് മാത്രം. യെസ്. പിന്നീട് ചെയ്തത് എന്താ? ഈ ഒരു ഭാഗമാണ് പലർക്കും ചെയ്യാനുള്ളൊരു പ്രയാസം. 2 സമഭുജ ത്രികോണങ്ങൾക്കിടയിലുള്ള വൃത്തഭാഗം നമ്മൾ പരിശോധിച്ചാൽ ഇത് 120 ഡിഗ്രി ആയിരിക്കും. കൃത്യം 120 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ആ 120നെ ഓരോ 10 ഡിഗ്രി ആവുമ്പോൾ നമ്മൾ 12 കഷ്ണങ്ങളാക്കി തീർക്കുക. അപ്പോൾ ഇവിടെ പെൻസിൽ കൊണ്ട് നമ്മൾ 12 ആക്കിയതായി 1, 2, ഇവിടത്തേക്ക് 3 ആണ്. ഇത് 2 എണ്ണം ഒന്നിച്ച് കളർ ചെയ്തുകൊണ്ടാണ് മനസ്സിലാത്തത്. അപ്പോൾ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 തുല്യ ഭാഗങ്ങളാക്കിയതാണ്. പക്ഷേ കട്ട് ചെയ്യുന്ന സമയത്ത് ഒന്നിടവിട്ട് കട്ട് ചെയ്യാണ്. അപ്പോൾ ഇവിടത്തം വരെ വരച്ച് ഒരു ഗ്യാപ്പിട്ട് ഇവിടം വരെ വരച്ച് വീണ്ടും ഒരു ഗ്യാപ്പിട്ട് അങ്ങനെ വരച്ചതാണ്. അപ്പോൾ ഈ കല്ല് പടുത്തിയതുപോലെ ഇഷ്ടിക എല്ലാം പടുത്തുന്ന മാതിരിയുള്ള രൂപത്തിലാണ് വരിക. അങ്ങനെയാണ് ഇത് ചെയ്തിരിക്കുന്നത്.